ഡെയിലി കാണുന്ന പേഷ്യൻസിൽ ഒരു നല്ല പെർസെൻറ്റേജ് ഹെയർ പ്രോബ്ലംസ് ആയിട്ടാണ് നമ്മൾ സമീപിക്കുന്നത്. ഏജ് വ്യത്യാസം അനുസരിച്ച് ഇതിനുണ്ടാവുന്ന കാരണങ്ങളും വളരെ ഡിഫറെൻ്റ് ആണ്. ചെക്ക് ചെയ്യുമ്പോൾ ഒരു 95 to 99% ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അതെന്തായാലും എല്ലാവർക്കും കറക്റ്റ് ചെയ്യേണ്ടി വരും. അഡോളസെൻ്റ് ഏജിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു ഏർലി 14-15 ഏജിലേക്ക് തന്നെ ബോയ്സിന് നമ്മൾ ഈ മെയിൽ പാറ്റേൺ, അതായത് ബോൾഡ്നെസ്സിൻ്റെ കഷണ്ടിയുടെ സ്റ്റാർട്ടിങ് കാണുന്നുണ്ട്. 18 ഇയേഴ്സിന് മുകളിൽ മാത്രം നമുക്ക് ഈ മിനോക്സിഡിൽ ലോഷൻസ് ഒക്കെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫോളിക്കിൾസ് ഡിസ്ട്രോയ് ആയി കഴിഞ്ഞാൽ നമുക്കത് GFC ട്രീറ്റ്മെൻറ്റ് കൊണ്ടുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡയറക്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റിലോട്ടോ പോകേണ്ടി വരും. ഡോക്ടറിന്റെ ഹെയറിൽ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്? ഹെയർ പ്രോബ്ലം ആർക്കാണ് ഇല്ലാത്തതല്ലേ? പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ തന്നെ ടെൻഷൻ ആവുന്നതും അയ്യോ മുടി പൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മുടിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് എപ്പോഴും ടെൻഷൻ ആവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെയർ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ സംസാരിക്കുന്നത് മോഹൻ സ്കിൻ ആൻഡ് ഗ്യാസ്ട്രോ കെയറിലെ ഡോക്ടർ വിദ്യയാണ്. ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഹെയർ ഫോളിനെ കുറിച്ചാണ്. ഹെയർ ഫോൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സംശയവും അത് തന്നെയാണ്. മുമ്പ് ഇത്രയും മുടി ഉണ്ടായിരുന്നു, ഇപ്പോൾ പക്ഷേ അത്രയും തിക്നെസ്സിൽ വളരാറില്ല, അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകുന്നു, മുടി പൊഴിഞ്ഞു പോകുന്നു. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഏജ് ഡിഫറൻസ് വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ OPയിൽ ഡെയിലി കാണുന്ന പേഷ്യൻസിൽ ഒരു നല്ല പെർസെൻറ്റേജ് ഹെയർ പ്രോബ്ലംസ് ആയിട്ടാണ് നമ്മൾ സമീപിക്കുന്നത്. അത് ഇപ്പോൾ ഏജ് ബാരിയർ ഒന്നുമില്ല. അതെന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് തൊട്ട് പ്രായമായവർ വരെ ഹെയർ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ സമീപിക്കുന്നുണ്ട്. അപ്പം ഏജ് വ്യത്യാസം അനുസരിച്ച് ഇതിനുണ്ടാവുന്ന കാരണങ്ങളും വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം കുട്ടികളിൽ കൂടുതലും നമ്മളൊരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആ ഒരു രീതിയിലാണ് അതിൻ്റെ കാരണങ്ങൾ വരെ. അതായത് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ആണ് കോമൺ ആയിട്ടും കാണുന്നത്. അതായത് അയൺ ഡെഫിഷ്യൻസിയോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയോ ഒക്കെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കൂടുതലും അവരിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു ഏജിൽ നമ്മൾ കൂടുതൽ ആ ഒരു സപ്ലിമെന്റ്സ് കൊടുക്കും. അതായത് മൾട്ടി വൈറ്റമിൻ സപ്ലിമെന്റ്സ് കൊടുക്കും. വൈറ്റമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്ത് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ആഡ് ചെയ്യും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേരൻസിന് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന അവരുടെ ഡയറ്റ് അഡ്വൈസ് ചെയ്യും. അതായത് പ്രോട്ടീൻ റിച്ച്, അതായത് നമ്മുടെ എഗ് വൈറ്റ്, അതുപോലെ തന്നെ പൾസസ്, അതായത് കടല, പയർ, അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാൻ പറയും. അതുപോലെ തന്നെ മുട്ടയുടെ വൈറ്റ് അതൊക്കെ ആഡ് ചെയ്യാൻ പറയുക. പിന്നെ അയൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള കൂടുതൽ, അതായത് ഡേറ്റ്സ്, അതുപോലെ തന്നെ കിസ്മിസ്, അങ്ങനത്തെ ഉള്ള ഫുഡൊക്കെ കുട്ടികൾക്ക് ആഡ് ചെയ്യാൻ പറയും. പിന്നെ അവർക്ക് പൊതുവേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സൺ എക്സ്പോഷർ കുറവായതുകൊണ്ട് എല്ലാവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അത് ഏജ് വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു 95 to 99% ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അതെന്തായാലും എല്ലാവർക്കും കറക്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അഡോളസെൻ്റ് ഏജിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു ഏർലി 14-15 ഏജിലേക്ക് തന്നെ ബോയ്സിന് നമ്മൾ ഈ മെയിൽ പാറ്റേൺ, അതായത് ബോൾഡ്നെസ്സിൻ്റെ കഷണ്ടിയുടെ സ്റ്റാർട്ടിങ് കാണുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഡിസ്റ്റർബിംഗും ആണ് ആൾക്കാർക്ക്. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് 18 ഇയേഴ്സിന് മുകളിൽ മാത്രം നമുക്ക് ഈ മിനോക്സിഡിൽ ലോഷൻസ് ഒക്കെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ വേറെ ട്രീറ്റ്മെന്റിലോട്ടൊക്കെ ചിലപ്പം പോകേണ്ടി വരും. ലൈക്ക് GFC അല്ലെങ്കിൽ PRP ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യാറുണ്ട്. കാര്യം അതിൽ വേറെ അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സേഫ് ആണ്. വേറെ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുന്നതിനെക്കാട്ടി അവർക്ക് സേഫ് ആയിട്ട് ട്രീറ്റ്മെന്റ്സിലോട്ട് ചിലപ്പോൾ നമുക്ക് ഡയറക്ട്ലി പോകേണ്ടി വരും. അപ്പം ഈ ഒരു PRP GFC എന്ന് പറയുന്ന ഈ ഒരു ട്രീറ്റ്മെന്റ് ഇതൊക്കെ ഇഞ്ചക്ഷൻ വഴിയാണോ? ഇത് എങ്ങനെയാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഡോക്ടർ? അപ്പോൾ അത് സ്കാൽപ്പിലെ ആഡ് ഓൺ തെറാപ്പീസ്, അതായത് നമ്മൾ ഈ സപ്ലിമെന്റ്സും ഹെയർ സിറംസ് അല്ലെങ്കിൽ മിനോക്സിഡിലിന്റെ കൂടെ നമ്മൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആഡ് ഓൺ തെറാപ്പീസ് ആണ് ഈ GFC PRP എന്നൊക്കെ പറയുന്നത്. അത് ഇഞ്ചെക്ഷൻസ് ആണ്. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ബ്ലഡ് എടുത്ത്, അതായത് ഇപ്പോൾ ആർക്കാണോ ചെയ്യുന്നത് അവരുടെ തന്നെ ബ്ലഡ് എടുത്ത് അത് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി അതിൽ പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്ത് അത് സ്കാൽപ്പിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ചെയ്യാൻ. അപ്പോൾ അത് നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് PRP, അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. ഇപ്പോൾ അതിൻ്റെ പ്ലേറ്റ്ലെറ്റ്സിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ചേഞ്ച് ചെയ്ത് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ PRP എന്നുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് നമ്മളത് എക്സ്ട്രാക്ട് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അതും മാറി നമ്മൾ ബ്ലഡ് എടുക്കാതെ തന്നെ ഡയറക്റ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സ്
പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട് അല്ലെ? ഓക്കെ. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഇപ്പൊ ആ ഒരു ഗ്രോത്ത് ഫാക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായി അല്ലെ? ഇപ്പൊ അതിനും മാറ്റം വന്നിട്ടുണ്ട്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ കുറവുള്ളവർക്ക് അത് റിസൾട്ട് നേരത്തെ വേരിയിങ് ആയിരുന്നു. അതെ, അപ്പൊ അതിന് ഒരു മാറ്റം അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഗ്രോത്ത് ഫാക്ടർ ഇല്ല, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരെ കേട്ടിട്ടുണ്ട്. ഡോക്ടറെ, അപ്പൊ ഈ ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോൾ എത്ര കാലയളവിലായിരിക്കും നമുക്ക് ഇത് നിലനിന്ന് പോകുന്നത്? വീണ്ടും ഈ ഒരു ഹെയർ ഫോൾ വരാനുള്ള ചാൻസ് ഉണ്ടോ? അതെ, നമ്മളിപ്പം ഹെയർ ട്രീറ്റ്മെന്റ്സ് ഒരു 3 to 4 months നമ്മൾ ഇനിഷ്യലി അതിനു വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്താൽ തന്നെ ഒരു റിസൾട്ട് വരത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ ഹോർമോൺ റിലേറ്റഡ്, അതായത് ടെസ്റ്റോസ്റ്റിറോൺ റിലേറ്റഡ് ആയിട്ട് വരുന്ന ബാൾനെസ് എന്ന് പറയുന്ന പ്രോബ്ലം ഒരു ഇനിഷ്യലി നമ്മൾ GFC അല്ലെങ്കിൽ PRP സെഷൻസ് മന്ത്ലി ആണ് എടുക്കുന്നത്. ഒരു 3 to 4 സെഷൻസ് മന്ത്ലി എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഹെയർ ഗ്രോത്ത് റീഗെയിൻ ചെയ്ത് കിട്ടും. കാര്യം പുതിയ ഫോളിക്കിൾസ് വരാൻ തുടങ്ങും. ഹെയർ റീഗ്രോത്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻസ് അതിൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് മെയിൻ്റനൻസ് സെഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് റിസൾട്ട് ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അത് 3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ നമ്മളിപ്പോൾ ഒരു ഹെയർ സ്പാ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യുന്ന പോലെയോ ഹെയറിനൊരു എക്സ്ട്രാ കെയർ ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഒരു 3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ നിലനിർത്തി പോകാൻ പറ്റും. ഡോക്ടറെ, ഇപ്പം ഈ ഒരു ഹെയർ ഫോള് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അപ്പൊ ഇതൊരു കഷണ്ടിയിലേക്കൊക്കെ പുരുഷന്മാർക്ക് അങ്ങനെയായിരിക്കുമല്ലോ. ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ്, PRP ട്രീറ്റ്മെന്റും ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും? അതെ, ഇതിപ്പം ഈ ബോൾനെസ്സിന് പല ഗ്രേഡ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും ആ ഗ്രേഡുകൾ അനുസരിച്ച് വ്യത്യാസമുണ്ട്. അതായത് ഹൈ ഗ്രേഡ്സിലോട്ട് പോയി കഴിയുമ്പോൾ, അതായത് കൂടുതൽ രീതിയിൽ ഹെയർ പോയി കഴിയുമ്പോൾ, അതായത് ഒരു മോർ ദാൻ ഒരു 50 or 70% ഹെയർ ഫ്രണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഫോളിക്കിൾസ് ഡിസ്ട്രോയ് ആയി കഴിഞ്ഞാൽ നമുക്കത് GFC ട്രീറ്റ്മെന്റ് കൊണ്ടുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡയറക്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റിലോട്ടോ പോകേണ്ടി വരും. അപ്പൊ അതാണ് ഇതിന് ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ ഏർലി ആയിട്ട് ഇത് ഡിറ്റക്ട് ചെയ്ത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രാൻസ്പ്ലാന്റിലോട്ടൊക്കെ പോവാതെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അതാണ് GFCയുടെ ഇമ്പോർട്ടൻസ്. ഓക്കെ. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇതിനൊരു പ്രധാന കാരണമാണല്ലോ. നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂസ് അല്ലെങ്കിൽ കെമിക്കൽ അടങ്ങിയ ഉൽപ്പന്നങ്ങളായിരിക്കും നമ്മൾ കൂടുതലും ഹെയറിനും ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഏത് തരത്തിലുള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്? അത് മാത്രമല്ല, ഇങ്ങനെ യൂസ് ചെയ്ത് വരുന്നവര് പിന്നീട് അത് നിർത്തിയിട്ട് മറ്റതിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കും? ഇപ്പോൾ ഷാംപൂസ് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കാൽപ്പ് കണ്ടീഷൻ അനുസരിച്ചാണ്, അതുപോലെ ഹെയറിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് ഷാംപൂസ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം ഓയിലി സ്കാൽപ്പ് ഉള്ളവരുണ്ടാവും, ഡ്രൈ സ്കാൽപ്പ് ഉണ്ടാവും, പിന്നെ അല്ലെങ്കിൽ വേറെ സ്കാൽപ്പ് കണ്ടീഷൻസ് ഉള്ളവരുണ്ടാവും, അതായത് സ്കാൽപ്പ് സോറിയാസിസോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഷാംപൂസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്ക് അവരുടെ കൂടെ വരുന്നതാണ് ഈ ഡാൻഡ്രഫ് ഇഷ്യൂസ് വരുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഒരു മെഡിക്കേറ്റഡ് ഷാംപൂ, അതായത് ആന്റി ഫംഗൽ കണ്ടൻസ് ഉള്ളത് കീറ്റോകോണസോൾ ഷാംപൂ ഒക്കെയാണ് നമ്മൾ കോമൺ നമുക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അത് ഓയിലി സ്കാൽപ്പ് ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉള്ളവർക്ക് അങ്ങനെ പോവാം. ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് നമ്മൾ യൂഷ്വലി ഒരു മൈൽഡ് ഷാംപൂ, അതായത് സൾഫേറ്റ് ഫ്രീ ഷാംപൂസ്, അതുപോലെ ആഡഡ് കണ്ടീഷണേഴ്സ് ഉള്ള ഷാംപൂ, അതായത് അത് ഒരുപാട് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ബേബി ഷാംപൂസ്, അതാണ് ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ സ്കാൽപ്പ് പ്രോബ്ലംസ്, അതായത് സോറിയാസിസ് പോലത്തെ മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്ക് നമ്മൾ ഈ കോൾട്ടാർ ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ കണ്ടീഷണർ എപ്പോഴും ആഡ് ചെയ്ത് യൂസ് ചെയ്യുക. പിന്നെ ഷാംപൂസ് ജനറലി യൂസ് ചെയ്യാനുള്ള രീതി അനുസരിച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആണ്, കണ്ടീഷൻസ് അനുസരിച്ച് വ്യത്യാസമാണ്, ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണ്, എല്ലാം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യാം എന്നുള്ളതാണ്. മാത്രമല്ല ഡോക്ടർ, നമ്മളിപ്പം പല ക്ലിനിക്കുകളും ഉണ്ട്. ഇപ്പോൾ എവിടെ നോക്കിയാലും കോസ്മെറ്റോളജിസ്റ്റ് ആണ്, കോസ്മെറ്റിക് സാധനങ്ങൾ കൊടുക്കുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും എല്ലാം ആ ഒരു ട്രെൻഡിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എന്ത് യൂസ് ചെയ്യണം, എന്താണ് കറക്റ്റ്, എന്താണ് നല്ലത് എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഒരു പ്രോപ്പർ കെയർ നമ്മുടെ ഹെയറിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെയാണോ അതോ കോസ്മെറ്റോളജിസ്റ്റിനെയാണോ, ആരെയാണ് കാണേണ്ടത്? ഏത് വാല്യുബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ കാണേണ്ടത്? ഓക്കെ, തീർച്ചയായിട്ടും ഹെയർ പ്രോബ്ലംസിന് ഡെർമറ്റോളജിസ്റ്റിനെ തന്നെയാണ് കാണേണ്ടത്. ഈ ഡെർമറ്റോളജി എനിക്കൊരു
അവസരം കിട്ടിയത് കൊണ്ട് ഞാൻ പറയാണ്. ഡെർമറ്റോളജി കോഴ്സ് എന്ന് പറയുന്നത് MBBS സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ചെയ്യുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ്. അപ്പോൾ അവരത് അറിയാവുന്ന പോലെ നീറ്റ് എക്സാം ഒക്കെ എഴുതി കുറച്ച് കഷ്ടപ്പെട്ടാണ് അത് കിട്ടുന്നത്. നമ്മുടെ സ്റ്റഡി പീരീഡും നല്ല ടയറിങ് ആണ്. എസ്പെഷ്യലി ഗവൺമെന്റ് കോളേജസിലാണെങ്കിൽ ഭയങ്കര ടയറിങ് ആണ്. കാര്യം ഡ്യൂട്ടി ഷെഡ്യൂളും അതേപോലെ പഠിക്കാനുള്ള ക്വാണ്ടിറ്റിയും ഒക്കെ അതുപോലെ ഉണ്ട്. അപ്പം നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്കിൻ, ഹെയർ, നെയിൽ, അതുപോലെ STD വെനറൽ ഡിസീസസ് എന്ന് പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ലെപ്രസി, കുഷ്ഠരോഗം, അങ്ങനെയുള്ള പല സെക്ഷൻസിലാണ് നമ്മൾ പഠിക്കുന്നത്. അത് 3 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെയാണ് ലേസേഴ്സ്, പീൽസ്, അങ്ങനെയുള്ള എസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സിൽ ട്രെയിനിങ് തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ കോസ്മെറ്റോളജി ട്രെയിനിങ് കഴിഞ്ഞാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു കോസ്മെറ്റോളജിസ്റ്റ് ഈ പറഞ്ഞ പോലെ ക്ലിനിക്സ് ഒരുപാട് വരുന്നുണ്ട്. അവർ ചിലപ്പോൾ ബോട്ടോക്സ്, ഫില്ലേഴ്സ്, ത്രെഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ജസ്റ്റ് ബോട്ടോക്സ്, ഫില്ലേഴ്സ്, ത്രെഡ്സ് മാത്രമല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. കാര്യം അതിന് മുമ്പുള്ള കെയർ, ആഫ്റ്റർ കെയർ, അതുപോലെ തന്നെ പേഷ്യൻ്റ് അനാറ്റമി, അവർക്ക് എങ്ങനെയാണ് അവരുടെ ഫേസിൽ ബ്ലഡ് വെസൽസ് പോണത്, നെർവ്സ് പോണത്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എസ്തെറ്റിക് ഫിസിഷ്യൻസ് എന്ന് മാത്രം സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് എത്രത്തോളം പറ്റും നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ പേഷ്യൻ്റ് സേഫ്റ്റിയിൽ എപ്പോഴും ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രീറ്റ്മെന്റ്സ് സേഫ് ആയിട്ട് എടുക്കാം. എപ്പോഴും ഒരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണർ അതുപോലെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്ലിനിക്സിൽ മാത്രം പോയി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ്, ഇപ്പൊ പല ട്രീറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് തന്നെ പേരുകൾ കറക്റ്റ് ആയിട്ട് അറിയില്ല. പല ട്രീറ്റ്മെന്റ് ഉണ്ട്. ഹെയറിന് കൊടുക്കുന്നത് ഹെയറിന്റെ വോളിയം കൂട്ടാനെന്ന് പറഞ്ഞിട്ടും, ഹെയറിന്റെ ഷൈനിങ് കൂട്ടാൻ, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട്, ഗ്രോത്ത് കൂട്ടാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ്. PRP ട്രീറ്റ്മെന്റ് ഓൾറെഡി പറഞ്ഞു നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത്. പക്ഷേ ഈ ബോട്ടോക്സ് പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ അതും നമ്മൾ ഈ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള കോസ്മെറ്റോളജിസ്റ്റിനെ തന്നെയാണോ കാണിക്കേണ്ടത്? ഇപ്പൊ ഡോക്ടറിന്റെ ഹെയറിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇപ്പോൾ ബേസിക്കലി ടെക്സ്ചറൽ ചേഞ്ചസ് നമ്മൾ ഡെർമറ്റോളജിയിൽ ട്രീറ്റ്മെന്റ്സ് ആയിട്ട് ചെയ്യുന്നില്ല. അതാണ് ബേസിക് തിങ്. അതായത് നമ്മൾ ഈ ബോട്ടോക്സ്, അതുപോലെ സ്മൂത്തനിങ്, പെർമനന്റ് ബ്ലോ ഡ്രൈ എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെന്റ്സ് നമ്മൾ ചെയ്യില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് ഹെയറിൽ വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് എല്ലാം റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ്. അങ്ങനെ മാത്രമേ നമുക്ക് മെഡിസിനിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒന്നും കൂടി ആഡ് ചെയ്യാം, കെരാറ്റിൻ ട്രീറ്റ്മെന്റ്. കെരാറ്റിൻ ട്രീറ്റ്മെന്റ് അതും അങ്ങനെ തന്നെയാണ്. എവിഡൻസ് ഇല്ലാതെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇതിന് സ്റ്റഡീസ് ഒന്നുമില്ല. പിന്നെ ഈ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് മെഡിക്കൽ പ്രോഡക്ട്സ് അല്ല. അപ്പൊ നമുക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ സലോണിൽ ചെയ്യുന്നുണ്ട്. അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ നമുക്ക് ആ ഗ്രൂമിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്കത് ചെയ്യേണ്ടി വരും. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ അവരും അഡ്വൈസ് ചെയ്യുന്ന പോലെ തന്നെ ആഫ്റ്റർ കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആഫ്റ്റർ കെയറിൽ നമുക്ക് റോളുണ്ട്. കാര്യം നമുക്ക് അവരെ അഡ്വൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഡ്രൈ ആവാതെയുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാം, ഷാംപൂസ്, കണ്ടീഷണർ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ജനറലി ഹെയർ ട്രീറ്റ്മെന്റ്സ് ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യാതിരിക്കുക. കാര്യം ഹെയർ സ്പ്ലിറ്റൻസ്, ബ്രേക്കേജ്, ഡ്രൈയിങ്, അങ്ങനത്തെ പ്രോബ്ലംസ് വരും. പിന്നെ നമ്മൾ എപ്പോഴും അഡ്വൈസ് വെച്ചാൽ ഹെയർ ഫോൾ ഉള്ള ടൈമിൽ പേഷ്യൻസ് വന്നിട്ട് ബോട്ടോക്സ് ചെയ്യട്ടെ, കെരാറ്റിൻ ചെയ്യട്ടെ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ അത് ഞാൻ കൂടുതൽ ഡിസ്കറേജ് ചെയ്യും. കാര്യം ഹെയർ ഫോൾ ഉള്ള സമയത്തിൽ ഹെയർ ട്രീറ്റ്മെന്റിലേക്ക് പോയാൽ എക്സസീവ് ആയിട്ട് ഹെയർ ഫോൾ വരും. അതാണ് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് അഡ്വൈസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിരുന്നു. ഡോക്ടറിന്റെ ഹെയറിൽ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്? ഹെയർ ട്രീറ്റ്മെന്റ് ഞാൻ ഹെയർ കെയർ റുട്ടീൻ എന്തായാലും ഫോളോ ചെയ്യാറുണ്ട്. അതായത് എൻ്റെ സ്കാൽപ്പ് കുറച്ച് ഓയിലിയാണ്. അപ്പൊ ഞാൻ ആന്റി ഡാൻഡ്രഫ് യൂസ് ചെയ്യാറുണ്ട്, ഷാംപൂസ് യൂസ് ചെയ്യാറുണ്ട്, ആന്റി ഡാൻഡ്രഫ് മെയിൻ്റനൻസ് ലോഷൻസ് യൂസ് ചെയ്യാറുണ്ട്, ഷാംപൂസ് വീക്ക്ലി ട്വൈസ് ആന്റി ഡാൻഡ്രഫ് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇതെല്ലാം മൈൽഡ് ആയിട്ടുള്ള ആന്റി ഡാൻഡ്രഫ് ആകുമ്പോൾ നമുക്ക് മെഡിക്കേറ്റഡ് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ നല്ല ഡ്രൈ ആവുമ്പം നമ്മൾ ഈ സൾഫേറ്റ് ഫ്രീ ഡെയിലി യൂസ് ഷാംപൂസ് അല്ലെങ്കിൽ ബേബി ഷാംപൂസ് യൂസ് ചെയ്യാറുണ്ട്. കണ്ടീഷണർ ആഡ് ചെയ്യാം. പിന്നെ ട്രീറ്റ്മെന്റ് ഞാൻ പേഴ്സണലി എടുക്കാറുണ്ട്. ഹെയർ ട്രീറ്റ്മെന്റ്സ് അങ്ങനെ ചെയ്യാം. ഡോക്ടറിന്റെ ക്ലിനിക്കിൽ തന്നെയാണോ എടുക്കുന്നത് അതോ പുറത്തു പോയി എടുക്കാറുണ്ടോ? നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കെരാറ്റിൻ അല്ലെങ്കിൽ ബ്ലോ ഡ്രൈ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ക്ലിനിക്സിൽ
ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സലോണിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ടി വരും. പക്ഷെ ഞാനത് വളരെ വൺസ് ഇൻ 2 years അങ്ങനെയൊക്കെ ഹെയർ ട്രീറ്റ്മെന്റ്സ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പൊ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും നമ്മുടെ ഹെയറിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് പോയി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, ഹെയറിനെ കുറിച്ചുള്ള ഏകദേശ സംശയങ്ങളെല്ലാം ഡോക്ടർ വിദ്യ നമ്മളോടൊപ്പം പങ്കുവെച്ചു. എന്തായാലും ഹെയറിന് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. എനിവേ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.